ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കൂടുതൽ ദീർഘമായി ഒരു സംസാരത്തിനുള്ള സമയം അല്ല എന്നെനിക്കറിയാം. കാരണം നല്ല വെയിലുള്ള സമയത്ത്, പൊരിയുന്ന വെയിൽ സമയത്താണ് ജനപ്രതിനിധികളെ ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തി നമ്മുടെ പരിപാടി തുടങ്ങിയത്. 4 മണിക്ക് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി തുടങ്ങാൻ കുറച്ച് വൈകി. മാത്രമല്ല, ഇന്നിവിടെ സംസാരിച്ചവരെല്ലാം തന്നെ, പ്രസിഡന്റ് ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ വേറൊരു വായനശാലയിൽ ഇതേ വിഷയം അവതരിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ എല്ലാ വായനശാലകളും നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് സദസ്സുകൾ നടത്തുകയാണ്. ഈ വർഷത്തിന് 2026 പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭാരതം റിപ്പബ്ലിക്കായിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞു. 76 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ 75 വർഷങ്ങളിലെ നമ്മുടെ റിപ്പബ്ലിക്ക് ഏത് രീതിയിൽ ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാൻ പറ്റി, എന്താണ് ഈ റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ കൂടുതലും കുട്ടികളിവിടെ കുറച്ചുകൂടെ കുട്ടികൾ വരുമെന്ന് വിചാരിച്ചിരുന്ന, നമ്മുടെ ഈ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളുകളിൽ ദേശീയോത്സവങ്ങൾക്കൊക്കെ അവധിയുണ്ട്. അപ്പം അന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് യാതൊരു കാര്യവുമില്ലാതെ 2 അവധി, ഒന്ന് ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 പിന്നെ ഒരു കാരണമുണ്ടെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒരു ദിനമായിട്ട് ആഘോഷിക്കുന്നു. രണ്ടാമത്തെ ദേശീയ ആഘോഷമാണ് ഈ റിപ്പബ്ലിക് ഡേ, ജനുവരി 26. ഗാന്ധി ജയന്തി ദേശീയ ആഘോഷമാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രം അവകാശപ്പെട്ട ഓണം. ഇത്രയും ദേശീയ ആഘോഷങ്ങളാണ്. എന്തിനാണ് ഈ ജനുവരി 26 ദേശീയ ദിനമായിട്ട് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട്? എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ ഈ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ഓരോരുത്തരോട് വഴി നിർത്തി റിപ്പബ്ലിക് ഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പബ്ലിക് ഡേ ജനുവരി 26 അവധി ദിവസമാണ്. ഇത് കവിഞ്ഞൊരു കാഴ്ചപ്പാടില്ല. ജനുവരി 26 എന്ന് പറഞ്ഞാൽ 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷമാണ്, നിലവിൽ വന്ന ദിനമാണ്. അതിനു മുമ്പ് 1 വർഷം മുമ്പ് തന്നെ ഭരണഘടന പൂർത്തീകരിച്ചു. ഈ ഭരണഘടന നിർമ്മിക്കുന്നത് ഒരു വലിയ ഒരു പ്രോസസ്സിലൂടെയാണ്. ഒരു ഭരണഘടനാ കമ്മിറ്റി ഉണ്ടാക്കി. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനാ കമ്മിറ്റി ഉണ്ട്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എന്തുകൊണ്ടാണ് ഈ ജനുവരി 26 തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1930 നമ്മുടെ ദേശീയ സമര പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ത്യയെ നമ്മൾ പൂർണ്ണ സ്വരാജായിട്ട് നമ്മൾ സ്വയം ഒന്ന് പ്രഖ്യാപിച്ചു. അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുക. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഇന്ത്യ പൂർണ്ണ സ്വരാജാണ്, ഞങ്ങളുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് നമ്മുടെ സ്വാതന്ത്ര്യബോധം ഉണർന്നു. അങ്ങനെ അതിനുശേഷം അപ്പോൾ തന്നെ ആദ്യമായിട്ട് എസ് എ ഡാങ്കെ ആണെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുന്ന ഒരു ഭരണഘടനാ കമ്മിറ്റി ഉണ്ടാക്കി ഭരണഘടന നിർമ്മിക്കണമെന്ന്. എന്നെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഭരണഘടനാ കമ്മിറ്റി ഉണ്ടാക്കി ഒരു ഭരണഘടന സൃഷ്ടിച്ചെടുക്കണമെന്ന് ആദ്യം ഈ സ്വരാജ് ദിനപത്രത്തിലൂടെ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആദ്യം ഒരു താൽക്കാലിക പ്രസിഡന്റ് അധ്യക്ഷനുമൊക്കെ ആയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി, പിന്നീട് സ്ഥിരം അധ്യക്ഷനായി. അങ്ങനെ പിന്നീട് 1949 ഈ ഭരണഘടന കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭാശാലിത്വമാണ് ഈ നമ്മുടെ ഭരണഘടന. 1950 അതിനു മുമ്പ് തന്നെ നമ്മൾ സ്വാതന്ത്ര്യം നേടി. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞു. പിന്നെയും എന്തുകൊണ്ടാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കായില്ല? കാരണം നമുക്ക് സ്വന്തമായ ഒരു ഭരണഘടന നിലവിൽ വന്നില്ല. എന്താണ് ഈ 1950 പ്രത്യേകത? അത് നമ്മുടെ ജനങ്ങളുടെ രീതിയിലെ ഒരു മാറ്റമാണ്. നമ്മുടെ ഈ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല, കാലാകാലങ്ങളിൽ മനുഷ്യനുകൾ ജീവിച്ചു പോന്നു. ആദ്യകാലങ്ങളിൽ നമുക്കറിയാം ഗോത്രങ്ങളായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇന്നുകൊണ്ട് ഗോത്രങ്ങൾ വിദ്യാഭ്യാസമോ പരിഷ്കാരമോ എത്തിയിട്ടില്ലാത്ത, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില പ്രദേശങ്ങളിൽ ഗോത്രജീവിതമുണ്ട്. ആ ഗോത്രജീവിതങ്ങളിലൊക്കെ ചില മൂപ്പന്മാരൊക്കെയാണ് ഭരണം നടത്തുന്നത്. അവർക്ക് നമ്മുടെ
രാഷ്ട്രബോധം ഒന്നും ആയിട്ടില്ല. അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. അതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ റിപ്പബ്ലിക്കിനെ നമ്മൾ ഇന്ന് കൂടുന്നത്. അന്ന് ഒരു ഗോത്ര സമൂഹത്തിൽ നിന്ന് പിന്നീട് രാജഭരണങ്ങളൊക്കെ വന്നു. രാജഭരണം വന്നപ്പോഴത്തേക്കും നമ്മൾ രാജാവിൻ്റെ പ്രജകളായി. ഗോത്ര സമൂഹത്തിന് ഓരോ ഗോത്രത്തിലും അവർ വിധിക്കുകയാണ്. നമ്മുടെ ഈ തേന്മാവിൻ കൊമ്പത്ത് സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലയോ, സുകുമാരി വന്നിരുന്നവിടെ ഇഞ്ചിമൂട് കാന്താരി അവിടെ നിന്നോട്ട് ഒരു ആലിൻ്റെ ചുവട്ടിൽ കൂടി ഇരുന്ന് വിധിക്കുകയാണ്. ആ വിധി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രജകളായി കേന്ദ്രീകൃത രാജഭരണങ്ങളായി അവിടെ നമ്മൾ പ്രജകളായി മാറി. ഇപ്പൊ നമ്മൾ പ്രജകളാണോ? ഇപ്പൊ നമ്മൾ പ്രജകളല്ല, ഇപ്പൊ നമ്മൾ പൗരന്മാരായി. 1950 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത പ്രജകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജാധിപത്യത്തിൽ നിന്ന് പ്രജകളിൽ നിന്ന് പൗരന്മാരായിട്ട് പരിവർത്തനം ചെയ്തതിൻ്റെ ഒരു ചുവടുവയ്പ്പാണ്. നമ്മൾ 75 വർഷങ്ങളായി. ഈ 75 വർഷങ്ങളായിട്ട് ഈ പ്രജ എന്ന സങ്കല്പം നമ്മളിൽ മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയും നമുക്കിപ്പോൾ വേണം. ഇപ്പോഴും നമ്മൾ തിരുവനന്തപുരം പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പൊന്നുതമ്പുരാന്ന് തികച്ച് പറയത്തില്ല. നമ്മുടെ ആ മാനസികമായ അടിമത്വം പോയിട്ടില്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ രാജാക്കന്മാരില്ല. രാജാക്കന്മാരില്ലെന്നല്ല, രാജാവുണ്ട്. രാജാവ് ആരാ? മക്കൾ പറയാം. ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ജനമാണ് രാജാവ്, അല്ലേ? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാരാണ്. അപ്പൊ ജനമാണ് രാജാവ്. നമുക്കൊരു മന്ത്രിയുണ്ട്. ആരാ? മന്ത്രി. നമ്മുടെ ഇപ്പൊ നിലവിലുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങള് ജനം കൽപ്പിക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് നമ്മൾ കൽപ്പിക്കുന്നില്ല. ആ കൽപ്പനയൊക്കെ പോയി. ഈ രാജാധിപത്യം പോയതോടുകൂടി അത്തരം സങ്കല്പങ്ങളൊക്കെ പോയി. നമ്മുടെ മന്ത്രിമാരാണ് ഭരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ പലപ്പോഴും നോക്കിക്കൊണ്ട് നമ്മളിപ്പോ ജനപ്രതിനിധികളെ ആദരിച്ചൂടെ? എന്തിനാണ് ഈ ജനപ്രതിനിധികളെ ആദരിച്ചത്? ജനത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ എല്ലാം പ്രതിനിധിയാണ്. അല്ലാതെ നമ്മളെക്കാൾ മുകളിലുള്ള ഒരാളെ അല്ല. ഒരു ഭരണഘടനയിൽ അനുസരിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തില് ഈ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കും. നമുക്ക് പക്ഷേ ജനപ്രാതിനിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം സഭകളിൽ അവരെയാണ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതിനിധിയായിട്ട് വെക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ നമ്മളുടെ പ്രതിനിധികൾ മാത്രമാണ്, നമ്മുടെ രാജാക്കന്മാരല്ല. പക്ഷെ പലർക്കും അങ്ങനെ ആണോ എന്ന് നോക്കണം. നമ്മളൊക്കെ ചില ഈ പല മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഒച്ചാനിച്ച് നിൽക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യുകയും എന്ന് വെച്ചാൽ അങ്ങനെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വ്യക്തി വൈരാഗ്യത്തിന്റെ പഴയ രാജാധിപത്യത്തിന്റെ അതേ രീതി ഇന്നും പലയിടത്തും തുടരുന്നുണ്ട്. സ്വന്തം ഹിതമനുസരിച്ച് ഈ ഈ ജനങ്ങളുടെ ജനാധിപത്യത്തെക്കാള് രാജാവിന്റെ അല്ലെങ്കിൽ ഈ ആധുനിക രാജാക്കന്മാരുടെ ഇംഗിതം അനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊഴിക്കപ്പെടുകയും അങ്ങനെ ആ രീതിയിൽ പോകുന്ന ഒരു സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക്കിനെ കുറിച്ച് ഒന്ന് പരിചിന്തനം ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞു, ഈ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ലോകത്തെ ഏറ്റവും അതുല്യമായ ഭരണഘടനകളിൽ ഒന്നാണ്, ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ്. കാരണം അതുല്യം എന്ന് പറയാൻ കാര്യം, ലോകത്തെ മിക്ക രാജ്യങ്ങളിലെയും ഭരണഘടനകൾ ആരംഭിക്കുന്നത് എങ്ങനെ അറിയാവോ? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആശയത്തിലാണ്. ദൈവവിശ്വാസമില്ലാത്ത സമൂഹങ്ങളല്ല മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും. ദൈവം എല്ലായിടത്തും ഉണ്ട്. കാരണം ഗ്രീസിലുണ്ടായി, ഇതേ സമയത്ത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയി ഈ സങ്കല്പങ്ങളെല്ലാം ഉണ്ടായി. ഈ ദൈവം അവസാനം മതങ്ങളായി മാറി. മതങ്ങള് നല്ലതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പലപ്പോഴും നല്ലതിനപ്പുറം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്കിന് മതങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അതല്ലേ മതം എന്ന് പറഞ്ഞാൽ. അതിന്റെ വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. നമുക്കൊരു ആശയം, ഒരു അഭിപ്രായം,
ബുദ്ധന്റെ സങ്കല്പങ്ങളിലോട്ട് നമുക്ക് പോകണോ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലോട്ട് നമുക്ക് പോകണോ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സ്നേഹത്തിലോട്ട് പോകണോ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലോട്ട് പോകണോ, അത് നമ്മുടെ അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല എന്ന് വരുമ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തില്, ഈ ജനാധിപത്യത്തിൽ എന്തർത്ഥം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ലോകത്തെ മിക്ക ഭരണഘടനകളും ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഇതോടുകൂടി ചെയ്യുമ്പോൾ, ഇവിടെയും ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഒരു ഭരണഘടന ഒറ്റ അടിക്കാൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിലവിലുള്ള പല ഫെഡറൽ സംവിധാനത്തിൽ നിന്നുമുള്ള ഭരണഘടനയുടെ ആശയങ്ങളൊക്കെ എടുത്തിട്ട് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഈ വാക്കെടുത്തിരിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് USA എന്ന് പറഞ്ഞ് തുടങ്ങുന്ന, അതിനകത്തു നിന്നാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വോട്ടിനിട്ട് തീരുമാനിക്കുക. ഈ സഭയില് പലർക്കും ദൈവത്തിന്റെ പേര് തുടങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ദൈവം? ഇന്ത്യ ദൈവവിശ്വാസം ഉള്ളവരുടെ മാത്രം നാടല്ല, ഒരു പ്രത്യേക മതം മാത്രമല്ല ഇന്ത്യയിലെ. അപ്പൊ അവര് അവിടെ നിന്നുണ്ടാ അത് അന്ന് ഒരു കാര്യമുണ്ട്, ദേശീയ പ്രസ്ഥാനം ഉണ്ടായ സമയത്തും തലയ്ക്ക് ആളുതാമസമുള്ള, സ്വേച്ഛാധിപത്യം പ്രവർത്തിക്കാത്ത, കാരണം അന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അവിടെ നമുക്ക് ചർച്ചയ്ക്ക് വെച്ചു. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഹിന്ദുമതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ക്രിസ്തുമതമുണ്ട്, പാഴ്സിയുണ്ട്, ജൈനമതമുണ്ട്, ബുദ്ധമതമുണ്ട്. ഇതില് ഹിന്ദുമതത്തിനാണെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, ക്രിസ്തുമതത്തിന് ക്രിസ്തുവുണ്ട്, ഇസ്ലാം മതത്തിന് അള്ളാഹു ഉണ്ട്. സിഖ് മതത്തിനാണെങ്കിൽ, സിഖ് മതത്തിന്റെ ദൈവ ആരാധന മൂർത്തി എന്താ? അവിടെ ഒരു പുസ്തകമാണ്, ഗുരു ഗ്രന്ഥ സാഹിബ്. അവിടെ പുസ്തകത്തെ ആരാധിക്കുന്നത്, ഒരു ദൈവത്തെ അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന ബുദ്ധമതം, ഇന്ത്യയുടെ ആത്മാവ്. പഴയ പാരമ്പര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പം നമ്മളിപ്പോഴും പറയുന്നത് വേദങ്ങളുടെ നാടായിട്ട് നമ്മൾ പറയുന്നെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ബുദ്ധനും ജൈനനും ഒക്കെ ഏഷ്യ മുഴുക്ക വ്യാപിച്ചു കിടന്നതാണ്. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധന് ദൈവമില്ല. ബുദ്ധന് നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ ജീവിക്കാം. മനസ്സാണ്, മനുഷ്യനാണ് അവിടെ വലുത്. ആ ബുദ്ധമതത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ, പിന്നെ ഇപ്പം കാരണം ഇത്രയും വൈകിയത് കൊണ്ടാണ്. അപ്പം ഞാൻ ഇതിന്റെ ആ തുടക്കത്തിലോട്ട് വരുന്നേ ഉള്ളൂ. ഈ ബുദ്ധനുമില്ല ദൈവം, ജൈനനുമില്ല. പ്രത്യേകിച്ച് അംബേദ്കർ എന്ന് പറയുന്നത് ക്രാന്തദർശിയായ പ്രതിഭാശാലിയായ ഒരു മനുഷ്യനായിരുന്നു. അവസാനം അദ്ദേഹം ഹിന്ദുമതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറച്ച് ജാതി വ്യവസ്ഥകളും വർണ്ണവ്യവസ്ഥകളും മാത്രമായിരുന്നു. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഒരു ഉപനിഷത്തെന്നോ വേദങ്ങളെന്നോ പറഞ്ഞാൽ അത് കുറച്ചു പേര് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നാ. സാധാരണക്കാരന് അത് കൈകാര്യം ചെയ്യാൻ യാതൊരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ കിടക്കുന്ന നമ്മളെയൊക്കെ ദ്രാവിഡന്മാര് മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന അസുരന്മാരും വാനരന്മാരും ഒക്കെ നമ്മളാ. അതിനപ്പുറം ഒരു വേദങ്ങളിലൊന്നും നമുക്കൊരു കാര്യമില്ല. അന്ന് ഈ ജാതികളായിട്ടും നമ്മളെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഇത് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഈ അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കാനുണ്ടായത്. ബുദ്ധനാകുമ്പം ദൈവം വേണ്ട, മനുഷ്യന് മാത്രമാണ്. ആ മാനവികത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഈ ഭരണഘടനയിലെ വിശാലമായിട്ട് ഞാനൊന്നും പോകുന്നില്ല. നമുക്ക് പലതരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. എത്ര മൗലിക അവകാശമുണ്ട്? നമുക്ക് അവകാശങ്ങളുമുണ്ട്, കടമകളുമുണ്ട്. സ്കൂളിൽ കുട്ടികളൊക്കെ നമ്മൾ ഇപ്പം പണ്ട് ഭരണഘടനയെ കുറിച്ച് വിശദമായിട്ടൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്കൂളുകളിൽ അതിൻ്റെ സംഗ്രഹമൊക്കെ കൊടുക്കും. നമുക്ക് മൗലികാവകാശം 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഒരു മൗലികാവകാശം എടുത്തു കളഞ്ഞു. 1976 ഭരണഘടന അന്തിമമല്ല കേട്ടോ, എപ്പോഴും നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാകാവുന്നതാണ്. അതിന് മാറ്റങ്ങൾ വരുത്താം. 1976 അതിലെ ഒരു ഭരണഘടനയിൽ ഒരു
മൗലികാവകാശം എടുത്തു കളഞ്ഞു. അതേതാണെന്ന് പറയാമോ? സ്വത്തവകാശം. നമുക്ക് സ്വത്തിന് അവകാശമുണ്ടോ? ഭരണഘടനയിൽ ആദ്യം 7 ഉണ്ടായിരുന്നു. ആ 7 എന്ന് പറഞ്ഞാൽ സമത്വത്തിന് അവകാശമുണ്ട്, നമ്മുടെ മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യം നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശമാണ്. സാംസ്കാരിക ഇടപെടലുകൾ, വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മുടെ മൗലിക അവകാശമാണ്. ഭരണഘടനാ ലംഘനം നമുക്കുണ്ടായാൽ അതിൽ ഇടപെടാനുള്ള കാര്യങ്ങളും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതും നമ്മുടെ മൗലികാവകാശമാണ്. സ്വത്ത് മൗലികാവകാശമല്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹൈവേ വന്നപ്പോൾ ഹൈവേയുടെ സൈഡിൽ സ്ഥലമുള്ളവർ കുറേ പേർക്ക് സ്ഥലമൊക്കെ പോയി. സ്ഥലം പോയി കഴിഞ്ഞപ്പോൾ വലിയ മുറവിളിയാണ് അല്ലേ? ഇവിടെയൊക്കെ മൈക്കൊക്കെ കെട്ടി വെച്ചും പിന്നെ നിങ്ങളുടെ നെഞ്ചത്തൂടെ ഹൈവേ പണിയത്തുള്ളൂ എന്നുള്ളതൊക്കെ വന്നു. പക്ഷേ ഹൈവേക്ക് സ്ഥലം എടുത്തു. പക്ഷെ മാന്യമായ പ്രതിഫലം കിട്ടി കേട്ടോ. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത പോലെ. പണ്ടൊക്കെ ആണെങ്കിൽ പൊന്നും വിലയ്ക്ക് എടുക്കുക എന്ന് പറയും. നമ്മളെല്ലാം കള്ളന്മാരെ കേട്ടോ. ജനാധിപത്യ സമ്പ്രദായത്തിൽ ജീവിക്കണമെങ്കിൽ കള്ളം വേണം. നമ്മൾ സെന്റിന് 10 ലക്ഷം രൂപ വെച്ചൊരു സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാരത്തിൽ പണ്ട് കാണിക്കുന്ന 1000 രൂപയായിരുന്നു. അപ്പൊ 1000-ന് ടാക്സ് അടച്ചാൽ മതി. ബാക്കി നമ്മൾ കള്ളന്മാർ ഈ കള്ളത്തിന്റെ കൂടെ തന്നെ ജീവിച്ച് അവസാനം നമ്മുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകുമ്പോഴും പൊന്നും വില 1000 രൂപയാണ് ആധാരപ്രകാരമുള്ളത്. ഈ 1000 രൂപ കിട്ടുമായിരുന്നു. അതൊക്കെ മാറി എല്ലാവർക്കും നല്ല പ്രതിഫലം കിട്ടി. പക്ഷെ നമ്മുടെ ഈ സ്വത്തവകാശം, നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് എടുക്കാതിരിക്കാൻ സർക്കാരിന് പറ്റത്തില്ല. അത് നമ്മുടെ ഒരു മൗലിക അവകാശമല്ല, അത് നമ്മുടെ ഒരു നിയമപരമായ അവകാശം. അത് നിയമമുണ്ട് കേട്ടോ. ആ നിയമം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പകരം പണമോ നമുക്ക് മറ്റല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിയോ തരണം എന്നുള്ളൊരു നിയമപ്രശ്നം മാത്രമാണ്. അവിടെ നമ്മൾക്ക് മൗലികാവകാശമില്ല. സ്വത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്. നമ്മളല്ലത് അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. കാരണം നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് പണം ഇടുന്നു. ഈ പണത്തിന് സംരക്ഷണം തരണമെന്ന് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്ക് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടം വരെ ഒരു വലിയ ഭൂമി വരയ്ക്കത്തേ ഉള്ളൂ. നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ നിശ്ചിത തുകയ്ക്കുള്ള ഇൻഷുറൻസ് കാണും. നമ്മുടെ ലോക്കർ പോയാൽ എന്ത് ചെയ്യും? ലോക്കർ പോവാം. പ്രകൃതിപ്പെട്ട ലോക്കർ പോയിരുന്നോ? അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റുന്ന വലിയ കള്ളന്മാരുണ്ടാക്കി കൊടുക്കുന്നത്. എ നിലവറയും ബി നിലവറയൊക്കെ അതുപോലെ നിൽക്കുന്നെങ്കിൽ അത്രയും സേഫ്റ്റിയൊക്കെ നമ്മുടെ ബാങ്കുകൾക്ക് വരുമോയെന്ന് അറിയത്തില്ല. അത് പോയാൽ എന്ത് ചെയ്യും? അതിനൊരു ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിന് നിശ്ചിത തുക കാണും. അതിൽ കവിഞ്ഞൊരു തുക നമുക്ക് കിട്ടത്തില്ല. അതാ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സമത്വം. നമ്മുടെ മൗലികാവകാശത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സമത്വം. നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ് എന്നാണ് വയ്പ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 75 വർഷം കൊണ്ട് ഈ സമത്വം എന്ന് പറയുന്ന ചിന്ത അതുപോലെ വരുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പത്രത്തിലൊരു വാർത്ത കണ്ടു കാണും. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മുള്ളൻപന്നിയെ അടിച്ചു. ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്. അപ്പോൾ മുള്ളൻപന്നിയെ അടിച്ചു കൊല്ലുമ്പോൾ നമുക്കൊരു ഇച്ചിരി ക്രെഡിറ്റോടെ കിട്ടണമല്ലോ. അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. നമ്മുടെ വീട്ടിലൊരു പാമ്പിനെ അടിച്ചു വന്നിട്ട്, വിഷപ്പാമ്പായിരിക്കും, അടിച്ചു വന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ നിട്ട് നോക്കി. നാളെ നമുക്ക് ഇതിലെ വനപാലകര് കേസെടുക്കും. കാരണം ആ നിയമത്തിന്റെ മുമ്പിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തുല്യരാണ്. അതാണ് നമുക്ക് അഷ്വർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന്. അതിന്റെ നിയമത്തെ വളച്ചൊടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, നിയമം ഒരു ചെലന്തി വല പോലാണ്. ചെലന്തി വലയ്ക്ക് എന്താ പ്രത്യേകത? കൊച്ചു കൊച്ചു പ്രാണികൾ ആ ചെലന്തി വലയെ വന്ന് പറ്റിക്കഴിഞ്ഞാൽ അതേ പിടിച്ചിരിക്കും. ചെലന്തി വന്ന് അതിനെ അങ്ങ് വീഴും. വലിയ പ്രാണിയാണെങ്കിലോ, ഒരു വണ്ട് വരിക, വണ്ട് വന്ന് ചെലന്തി വല കഴിച്ച് ആ ചെലന്തി വലയെ മുറിച്ചോണ്ട് അതങ്ങ് പോകും. വലിയ പ്രാണികൾ നിയമത്തെ ഭേദിക്കുന്നു, ആ ചിലന്തി വല ഭേദിക്കുന്നു. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് പലപ്പോഴും അന്വർത്ഥമാകുന്നത്
സർക്കാരുകളുടെ അല്ലെങ്കിൽ നമ്മുടെ നോട്ടം ശരിയല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രജാസമൂഹത്തിൽ നിന്ന് പൗരസമൂഹത്തിലേക്ക് വന്നപ്പോൾ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ചോ നമ്മുടെ മൗലികമായ കടമകളെ കുറിച്ചോ നമുക്ക് ബോധ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ അതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവന്റെ നെഞ്ചത്ത് കുതിര കയറാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ല. എന്ത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം. എന്ത് കാര്യം വേറൊരു വ്യക്തിയെ ഹനിക്കുന്ന ഒരഭിപ്രായം പറയാൻ പറ്റത്തില്ല. അല്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ നയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പിന്നെ മതസ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഒന്ന്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു മതത്തിലോട്ട് പോയി ഒന്ന് കയറാൻ പറ്റും. സർക്കാരൊന്നും ചെയ്തില്ല, നാട്ടുകാർ ചെയ്തോളൂ. നാട്ടുകാർ ചെയ്താലും അതിന് നമുക്കൊരു നിയമപരമായ പരിരക്ഷ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. മതത്തിന്റെ പേരിൽ ഇപ്പൊ കണ്ടില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം പ്രചരണങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞപ്പോ ഈ പ്രചരണം, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസർ ഇറങ്ങി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്തേണ്ട കാര്യമില്ല. കേരളത്തിൽ മതങ്ങളും ജാതികളും ഒത്തിരി ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നല്ല, സൗഹാർദ്ദത്തോടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പാളയത്തെ ഇമാം പറഞ്ഞു നിങ്ങളുടെ വീടുകള് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം. അതാണ് നമ്മുടെ മത സ്വാതന്ത്ര്യം. നമ്മൾ മതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൗഹാർദ്ദം അതാണ്. പക്ഷേ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇറങ്ങി വന്നപ്പോൾ ബീഫ് കഴിക്കാത്ത ഒരാളുടെ അണ്ണാക്കിലോട്ട് ബീഫ് തള്ളിക്കയറ്റി വെച്ച് കൊടുക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. എന്നിട്ട് പേര് കേരള സ്റ്റോറി. കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒന്നാണോ ഇത്? ഇങ്ങനെ ഒരു കാര്യം പ്രചരിപ്പിക്കുന്ന ഭരണഘടനാ ലംഘനമാണ്. ഉടനെ അവസാനം കോടതി പറഞ്ഞു, കോടതി സിനിമ കണ്ടിട്ടുണ്ട്, സിനിമയ്ക്കകത്ത് അങ്ങനൊന്നുമില്ല, സിനിമയ്ക്കകത്ത് വേണ്ട, ടീസർ കണ്ടാൽ മതിയല്ലോ. ഈ പരസ്യങ്ങളാണല്ലോ ടീസർ. പരസ്യം കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഇപ്പം കോംപ്ലാന്റെ പരസ്യം എടുത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലാന് നിങ്ങൾ നീളം കൂടാൻ ഇത് കഴിച്ചാൽ മതി എന്ന് പറയും. ഈ കോംപ്ലാൻ കഴിച്ച ആരുടെയും നീളമൊന്നും കൂടിയിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് ശാസ്ത്രീയമായി യാതൊരു പരസ്യം എഴുതും, നിങ്ങളുടെ കുട്ടികൾക്ക് നീളം വർദ്ധിക്കാൻ എന്ന് പറഞ്ഞ് കോംപ്ലാന്റെ പരസ്യം. അതിനിടയിൽ കുനുകുന എന്ന് കുറേ അക്ഷരം കാണും. ടി വിക്കകത്തൊക്കെ കാണുമ്പോഴേ ഈ കുനുകുന അക്ഷരം നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇത് കഴിച്ചാൽ ഇതിന്റെ ആമാണ്ട വരെ കലങ്ങും എന്നുള്ള ഒരു ഇതായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വായിക്കാത്തതുകൊണ്ട്, നമുക്ക് അത്രത്തോളം കടന്നു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് ചെല്ലുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി ഒരു മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ രാമൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ രാമൻ എന്ന് ചോദിക്കുമ്പോൾ മാ നിഷാദ, അരുത് കാട്ടാള എന്ന് പറയുന്ന അത് മാത്രമേ നമ്മുടെ രാമായണത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുള്ളൂ. പ്രജാഹിതം നോക്കിയ ഒരു രാമനെ മാത്രമേ. പക്ഷെ അദ്ദേഹം പിൽക്കാലത്ത് ഒരിക്കൽ പറഞ്ഞു, 48 സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ഒരു അധികാരം കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ രാഷ്ട്രീയത്തെയും മതത്തെയും പരസ്പരം വേർപെടുത്തുമെന്നാണ്. കാരണം അത്രയ്ക്ക് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം അതാ. നമ്മുടെ രാജ്യം ഈ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതിനകത്ത് പറയുന്നുണ്ട് സെക്യുലർ, മതേതരമാണ്. നമ്മുടെ ഒരു കാര്യങ്ങളും മതവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കരുത്, പ്രത്യേകിച്ച് സർക്കാർ പ്രവർത്തനങ്ങൾ. അമ്പലം പണിയോ പള്ളി പണിയോ അല്ല സർക്കാരിന്റെ ജോലിയല്ല അത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ല. അവർ പണിഞ്ഞോട്ട്. അവർ തമ്മിലുള്ള തർക്കം ഉണ്ടെങ്കിൽ നിയമപരമായ തർക്കം പരിഹരിക്കാൻ സർക്കാർ ഉണ്ടാവണം. പക്ഷേ അതുപോലെ സർക്കാരല്ല മതചടങ്ങുകൾ നടത്തേണ്ടത്. മതചടങ്ങുകൾ സർക്കാർ നേരിട്ട് നടത്താൻ പാടില്ല. നമ്മുടെ പാർലമെന്റ് ഉദ്ഘാടനത്തിനും എന്തെങ്കിലും മതചടങ്ങുകൾ അത് പാടില്ല. നമ്മുടെ ഇവിടെ ഇതൊരു പൊതു ചടങ്ങാണ്. ഇവിടെ ഈശ്വര പ്രാർത്ഥനയിലല്ല നമ്മൾ തുടങ്ങുന്നത്. ഞങ്ങൾ സാധാരണ തുടങ്ങുന്നത് ഗാന്ധി സ്മരണയിലാണ്. കാരണം ആ മഹാത്മാവിന്റെ പേരിലാണ് 1948 വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന്റെ പേരിൽ ആ വർഷം രജിസ്റ്റർ ചെയ്ത സംഘമാണ്, വായനശാലയാണ് നമ്മളുടേത്. നമ്മൾ ആ ഗാന്ധി സ്മരണയിൽ ഗാന്ധിജിയുടെ ആദർശങ്ങൾ
അദ്ദേഹം മതവിശ്വാസി ആയിരുന്നിരിക്കാം, പക്ഷെ ആ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ മതമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിലേക്ക് നീങ്ങാൻ ഞാൻ കൂടുതൽ നിർത്തിയാകട്ടെ. നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അവാർഡ് കൊടുക്കേണ്ടതുണ്ട്. പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ, ഞാൻ എൻ്റെ തുടക്കമേ ആയുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനയോട് നമ്മുടെ പൗരത്വത്തോട് ആ വാക്കോർത്തോണം. നമ്മളെല്ലാം പൗരന്മാർ, നമ്മൾ പ്രജകളല്ല, നമ്മൾ പൗരന്മാരാണ്. ആ പൗരബോധത്തോടെ കഴിയാനുള്ള, അഭിമാനബോധത്തോടെ കഴിയാനുള്ള ആംബിയർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇവിടെ ജാതിയും മതവുമല്ല, സ്വേച്ഛാധിപരമായിട്ട് ഇതിനെ പോലും വളച്ചൊടിച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. എല്ലാവർക്കും മതത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മതമില്ലായ്മയുണ്ട് അവിടെ. അതാണ് ബുദ്ധൻ. ശരിക്കും പറഞ്ഞാൽ ശബരിമലയിരിക്കുന്ന അയ്യൻ എന്ന് പറയുന്നത് ബുദ്ധൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ശരണത്തിന് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമിയാണ് ശരണത്രയമാണ് സ്വാമി ശരണം അയ്യപ്പ ശരണമായിട്ട് മാറിയത്. അഹിംസ ബുദ്ധമതത്തിൽ നിന്നെടുത്ത, ബുദ്ധമതത്തിന്റെ പല തത്വങ്ങളും ശ്രീനാരായണ ഗുരു എടുത്തിരിക്കുന്ന ബുദ്ധമതമാണ്, ഗാന്ധിജി എടുത്തിരിക്കുന്നത് അതാ. ഇന്ത്യയുടെ അശോക ചക്രം എന്ന് പറയുന്നത് അശോകൻ സ്ഥാപിച്ച സാരനാഥിലെ സ്തൂപമാണ്. അപ്പൊ ബുദ്ധനാണ് ശരിക്കും പറഞ്ഞു, ഒരു കണക്കിന് പറഞ്ഞാൽ ബുദ്ധൻ കൊണ്ടുവന്ന അഹിംസാ തത്വങ്ങളും ആ നയങ്ങളും നമ്മൾ അബോധമായിട്ട് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അതുതന്നെ വേണം, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും. അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ അടിനാവി നോക്കി ആരെങ്കിലും ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അയ്യോ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ പറഞ്ഞു തന്ന അയ്യോ എന്ന് വിളിക്കരുത്, ദോഷമാണ്. എന്താണെന്നറിയോ? അയ്യൻ ബുദ്ധനാണ്. ഈ ബുദ്ധമതത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടും ചവിട്ട് മെതിച്ച് അകത്ത് വെളിയിലേക്ക് കളയുകയാണ്. അതിനു മുമ്പ് നമ്മൾ വിളിച്ചോണ്ടിരുന്ന ഒരു വാക്ക് നമുക്ക് അറിയാതിരിക്കാൻ പറ്റത്തില്ല. വിളിക്കുമ്പോൾ അപ്പോഴും അയ്യോ എന്നെ വിളിക്കുന്നുള്ളൂ. അപ്പം പറയും ദോഷമാണ്, കാലൻ്റെ അമ്മയാണ് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അതുപോലെ മലവിസർജനം ചെയ്യുന്ന പറമ്പിന് അയ്യവ എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തുകാർ ഇപ്പോഴും പറയും, മോശമായ ഒരു കാര്യം പറഞ്ഞു അയ്യവ എന്ന് പറയും. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു മതവിരോധത്തിന്റെ തെളിവുകൾ തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം, അതിൻ്റെ സെക്യുലറിസം, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധമായിരിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.